നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഷ്ടമി രോഹിണി ദിനത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ മെഗാ ശോഭയാത്രകൾ നടത്തി. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റിയേക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവൻ മുക്കിയ നിലയിൽ കണ്ടെത്തി. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ധർമ്മ വിവക്ഷയും ഗ്രന്ഥ വിചാര സദസ്സും തൃപ്രയാർ ക്ഷേത്രം മേൽശാന്തി കാവനാട് ബ്രഹ്മശ്രീ ദേവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. അഷ്ടമി രോഹിണി ദിനത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ മെഗാ ശോഭയാത്രകൾ നടത്തി. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റിയേക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ആനത്തടം പുതുശ്ശേരി കുന്നപ്പള്ളി ബാബു എന്ന് വിളിക്കുന്ന 65 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. ഇയാളുടെ ഭാര്യ അൽഫോൺസയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 4 വർഷത്തോളം താഴേക്കാട് കണ്ണിക്കരയിൽ താമസിച്ചിരുന്ന ദേവസി ഇന്ന് രാവിലെ ആനത്തടത്തിലെ വീട്ടിലെത്തി അൽഫോൺസയെ ആക്രമിക്കുകയായിരുന്നു. മക്കൾ വിദേശത്തായതിനാൽ വീട്ടിൽ തനിച്ചു താമസിക്കുകയായിരുന്നു അൽഫോൺസ. പള്ളിയിൽ പോയി തിരികെ വീട്ടിലെത്തിയ അൽഫോൺസയെ വീട്ടുപരിസരത്ത് പതുങ്ങിയിരുന്ന ദേവസി വീടിനകത്ത് കയറി ചുറ്റിയെ കൊണ്ട് തലക്കടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കരച്ചിൽ കേട്ട് സമീപവാസികൾ സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ മുറിക്കുള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു. പിന്നീട് ഇയാളെ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പരിക്കേറ്റ അൽഫോൺസ ചാലക്കുടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ധർമ്മ വിവക്ഷയും ഗ്രന്ഥ വിചാര സദസ്സും തൃപ്രയാർ ക്ഷേത്രം മേൽശാന്തി കാവനാട് ബ്രഹ്മശ്രീ ദേവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ കപിലാശ്രമം മഠാധിപതി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷനായി. അമരിപ്പാടം ഗുരുനാരായണ ശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മ വിവക്ഷ നടത്തി. കപില സേവാ സമിതി അധ്യക്ഷൻ എ സതീഷ് ചന്ദ്രൻ, ഡോക്ടർ കെ വിഷ്ണുഭാരതിയ സ്വാമികൾ, RSS തൃശൂർ വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ, SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, ധീവരസഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്ട്, മധു ശക്തിധര പണിക്കർ, K രവീന്ദ്രനാഥൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ആലോചിച്ചു പോകുന്നത്, ഞാൻ ശിവഗിരിയിൽ 7 വർഷം പഠിച്ചു. അതുകൊണ്ട് നാരായണ ഗുരുദേവനെ കുറിച്ച് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. 1 വർഷം ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് താമസിച്ചു. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു. 9 വർഷത്തോളം ഹിമാലയത്തിലെ ഋഷികേശിലെ കൈലാസാശ്രമത്തിൽ താമസിച്ചു. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. നിങ്ങളോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ പിടിയിൽ. 2025 സെപ്റ്റംബർ 11 രാവിലെ 9:30 മണിയോടെ കൊരട്ടി മണ്ടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പോളയ്ക്ക് സമീപം വെച്ച് അന്നനാട് കാടുകുറ്റി സ്വദേശി ഷിനോജ് മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽച്ച സംഭവത്തിലെ പ്രതികളായ കൊടാശ്ശേരി മേച്ചിറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിഷ്ണു, കാര്യാടൻ വീട്ടിൽ സുജേഷ്, മടത്തിപ്പറമ്പിൽ വീട്ടിൽ സനീഷ്, ഇരിഞ്ഞാലക്കുട സ്വദേശി തെറ്റയിൽ വീട്ടിൽ ജിസ്മോൻ, ചാലക്കുടി ചൗക്ക സ്വദേശി എടാർത്തു വീട്ടിൽ അജിത് എന്നീ 5 പ്രതികളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരനായ ഷിനോജിന്റെ സുഹൃത്തായ
വാസുദേവ് എന്നയാൾ കുറച്ചു നാൾ മുമ്പ് ഈ കേസിൽ പ്രതിയായ ജിഷ്ണു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലുള്ള ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ ജോലി ഉപേക്ഷിച്ച് ചാലക്കുടിയിലുള്ള മറ്റൊരു ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരുന്നു. വാസുദേവ് പ്രതി ജിഷ്ണുവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയും കസ്റ്റമറുകളെയും ക്യാൻവാസ് ചെയ്യുന്ന എന്നുള്ള ധാരണയിൽ 2025 സെപ്റ്റംബർ 10 രാവിലെ 9 കൊരട്ടി മടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പോളയ്ക്ക് സമീപം വെച്ച് വാസുദേവിനോട് പ്രതികൾ തട്ടിക്കയറുന്നത് കണ്ട് ഈ തർക്കത്തിൽ പരാതിക്കാരനായ ഷിനോജും ഡിഫിനും ഇടപെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ ഷിനോജിനെയും ഡിഫിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ജിഷ്ണു ചാലക്കുടി കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 അടിപിടി കേസുകളിലും മനുഷ്യജീവന് അപകടകരമായ പ്രവൃത്തി ചെയ്ത 3 കേസുകളിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ചതിലുള്ള 2 കേസുകളിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത 1 കേസിലുമടക്കം 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സുജേഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 അടിപിടി കേസിലും മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിൽ കയറി മൃഗങ്ങളെ വേട്ടയാടിയ കേസിലും അടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സനീഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 അടിപിടി കേസുകളിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും അടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ജിസ്മോൻ മനുഷ്യജീവന് അപകടകരമായ പ്രവർത്തി ചെയ്ത 1 കേസിലെ പ്രതിയാണ്. അജിത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ പരിധിയിലെ 2 അടിപിടി കേസുകളിലും പ്രതിയാണ്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്ക് നാൾക്കുനാൾ വർദ്ധിച്ചിട്ടും പരിഹാരം കാണാതെ പോലീസ്. 1 വർഷത്തിലധികമായി ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽ പെട്ടുകിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. 2 ഹോം ഗാർഡുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിക്കുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച പതിവാവുകയാണ്. ട്രാഫിക് നിയന്ത്രണത്തിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ കൂടി ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും പരിഹാരം കാണാൻ സാധിക്കൂ. സിഗ്നൽ ലൈറ്റും ഹമ്പും സ്ഥാപിക്കണമെന്ന ആവശ്യം മുമ്പേ ഉള്ളതാണ്. രാത്രികാലങ്ങളിൽ ഗുരുവായൂർ തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാതെ കൂട്ടിയിടിച്ചുണ്ടായ അപകടങ്ങൾ നിരവധിയാണ്. ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെ ചെറുവാഹനങ്ങളെ കാഞ്ഞാണി സെന്ററിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇടറോഡുകളിലൂടെ തിരിച്ചുവിട്ട് ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തതെന്നാണ് സ്ഥിരം പല്ലവി. ഗതാഗതം സുഗമമാക്കുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാഞ്ഞാണി സെന്ററിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യവും ശക്തമാണ്. 60 വയസ്സ് തികഞ്ഞ 116 പൂർവ്വ വിദ്യാർത്ഥിനികൾ ഓർമ്മകൾ പങ്കുവച്ച് ആദ്യാക്ഷരം കുറിച്ച കലാലയത്തിൽ ഒത്തുകൂടി. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 1980 വർഷത്തെ SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിനികൾ ആണ് 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒത്തുചേർന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക ടെസി ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കോർഡിനേറ്റർ ലക്ഷ്മി ദിലീപ് അധ്യക്ഷനായി. സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സയന്റിസ്റ്റ് ആയിരുന്ന സോണിയ രാജീവ്, അധ്യാപകരായിരുന്ന ജെസി, ആനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഘാടക സമിതി അംഗങ്ങളായ ജലജ TR, ലാല CK, രാജമ്മ സത്യൻ, മിനി N, പുഷ്പം KV, രാജേശ്വരി വിജയൻ, ചന്ദ്രസേന, നിസി KR, മിനി N, ദേവി TV, അനിത TR എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. അവസാനം ഇവിടെ തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഇവിടെ തന്നെ നമ്മൾ കൂടണം. അതാണ് അതിന് വഴി. അപ്പൊ ഇതിന് നോക്കി ഒരു പന്തൽ വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു പന്തലുണ്ടാക്കി നല്ല സൗകര്യമായിട്ട് നമുക്ക് ഇവിടെ കൂടണം. അതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ രീതി. അപ്പൊ ഇന്ന് ഈ ഗാദറിങ്ങിലേക്ക് വന്നു ചേർന്ന എല്ലാവരും ഈ പരിപാടികളെല്ലാം വിജയിക്കുന്നതിന് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പഴുവിൽ തനിമ ഗോൾഡൻ കൂട്ടായ്മയുടെ ആദ്യ ഓണാഘോഷവും കുടുംബ സംഗമവും ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് MS പങ്കജം അധ്യക്ഷനായി. ചാടൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, കൂട്ടായ്മ സെക്രട്ടറി സ്മിജി EB, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ PK, ജോയിന്റ് സെക്രട്ടറി ശാന്തകുമാർ KK, ട്രഷറർ ബിജു VR, രക്ഷാധികാരി അന്തോണി CF എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. വളരെ നല്ല ഒരു കാര്യമാണ് ഇത്. നമുക്കറിയാം, നമുക്ക് പൊതുവെ
ഈ കാലഘട്ടത്തിൽ വലിയ ഒത്തൊരുമയൊന്നും ഇല്ലാത്ത ഒരു സമൂഹമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ചില ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഒത്തൊരുമ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അത് ഈ ഓണത്തിന് തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത്, ഓണത്തിൻ്റെ ഭാഗമായി തന്നെ തിരഞ്ഞെടുത്തിട്ട് നന്നായി. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണവും ഭീമഹർജി ഒപ്പുശേഖരണവും നടത്തി. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 21 തീയതി തൃശൂരിൽ നടത്തുന്ന സമുദായ ജാഗ്രത സദസ്സിനോടനുബന്ധിച്ച് സെന്റ് ആന്റണീസ് പള്ളിയിൽ അവകാശ ദിനാചരണവും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമഹർജി ഒപ്പുശേഖരണവും നടത്തി. ആദ്യ ദീപാവലിക്ക് ശേഷം പള്ളിയിൽ നടന്ന ഒപ്പുശേഖരണം ഭീമഹർജിയിൽ ഒപ്പിട്ടുകൊണ്ട് ഇടവക വികാരി റഫറന്റ് ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കര പട്ടിക്കൽ, കൈക്കാരൻ AC ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൽ, ഫെറോന കൗൺസിൽ അംഗം സൈമൺ KA, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ഷാജു ഡേവിസ്, കൈക്കാരന്മാരായ ആൻഡ്രിൽ ജോസ്, സണ്ണി KA, ജോളി മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു. പോൾ PA, ജെസി വർഗീസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് പെരിങ്ങോട്ടുകര സ്വദേശി ഒബ്രു വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട താന്യം വില്ലേജിൽ പെരിങ്ങോട്ടുകര ദേശത്തെ തെക്കിനിയടത്ത് വീട്ടിൽ ഒബ്രു എന്ന് വിളിക്കുന്ന 38 വയസ്സുള്ള വിവേക് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ അന്തിക്കാട്, പെരിങ്ങോട്ടുകര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് വിവേകിനെ 13/9/2025 തീയതി രാത്രി 11:45 മണിക്ക് പെരിങ്ങോട്ടൂർ ജംഗ്ഷനിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവേക് ഒരു കവർച്ച കേസിലും 4 വധശ്രമ കേസിലും 5 അടിപിടി കേസിലും വീട് കയറി ആക്രമണം നടത്തിയ 2 കേസിലും 1 മോഷണ കേസിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നിരോധിത ലഹരി നൽകുന്നതിനായ വീട്ടുകാരെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ 1 കേസിലും അടക്കം 14 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ, തോമസ്, സീനിയർ പോലീസ് ഓഫീസർമാരായ ഷാനവാസ്, അനീഷ്, മുരുകൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഷ്ടമി രോഹിണി ദിനത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ മെഗാ ശോഭയാത്രകൾ നടത്തി. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റിയേക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ധർമ്മ വിവക്ഷയും ഗ്രന്ഥ വിചാര സദസ്സും പ്രയാർ ക്ഷേത്രം മേൽശാന്തി കാവനാട് ബ്രഹ്മശ്രീ ദേവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.